പയ്യന്നൂരിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന വി കുഞ്ഞികൃഷ്ണനെതിരെ പരാതിയുമായി CPIM LDF സ്ഥാനാർത്ഥി TI മധുസൂദനെതിരെ വ്യാജാരോപണം ഉന്നയിക്കുന്നു എന്നതാണ് പരാതി. വി കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മാറ്റിയതുമായി ബന്ധപ്പെട്ട ആരോപണത്തിലാണ് പരാതി നൽകിയത്. അജീഷ് ജയകുമാർ ഉണ്ട് കണ്ണൂരിൽ നിന്നും. അജീഷ്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ഇന്ന് രാവിലെ ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് താൽക്കാലികമായിട്ട് പയ്യന്നൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന വി കുഞ്ഞികൃഷ്ണന് വേണ്ടിയിട്ട് താൽക്കാലിക തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചത്. പയ്യന്നൂരിലെ കണ്ടോത്ത് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇത് നിർമ്മിച്ചത്. അവിടുത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ അനുമതിയോടെയായിരുന്നു ഇത് കെട്ടിയത്. ഉച്ചയോടെ ഈ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണം പൂർത്തിയായി. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ഈ സ്ഥലമുടമ തന്നെ ഈ കുഞ്ഞികൃഷ്ണനെ വിളിച്ചത് അവിടെ നിന്ന് പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരത് പൊളിച്ചു മാറ്റുകയും ചെയ്തു. പിന്നീട് കുഞ്ഞികൃഷ്ണൻ ആരോപിച്ചത് ഈ സ്ഥലമുടമയെ CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. നമ്മളും ആ സ്ഥലമുടമയെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഇത്തരത്തിൽ ഭീഷണിയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ CPM പ്രവർത്തകർ, CPM ഏരിയ സെക്രട്ടറിയാണ് ഇപ്പോൾ ഈ കുഞ്ഞികൃഷ്ണനെതിരെ കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും പയ്യന്നൂർ പോലീസിലും വരണാധികാരിക്കും അടക്കം ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഈ TI മധുസൂദനെ കള്ളനാക്കാൻ ശ്രമിക്കുന്നു, ഗുണ്ടകളാണ് ഈ എതിർകക്ഷിക്ക് വേണ്ടി ഭീഷണി മുഴക്കുന്നത് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നാരോപിച്ചാണ് പരാതി കൊടുത്തിട്ടുള്ളത്. സമൂഹത്തിൽ കലാപം ഉണ്ടാക്കുകയെന്ന ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ശ്രമം എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ നേട്ടം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ LDF സ്ഥാനാർത്ഥിയെ ഗുണ്ടാത്തലവനെന്നും അയാളുടെ അനുയായികളാണ് ഓഫീസ് പൊളിച്ചു മാറ്റാൻ ഭീഷണിപ്പെടുത്തിയതെന്നും വ്യാജമായി പ്രചരിപ്പിക്കുകയായിരുന്നു എന്നുമാണ് ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത്. ഇതിൽ പയ്യന്നൂർ പോലീസിലടക്കം പരാതി നൽകിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.